ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 103ാമത് ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടക്കും. ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവതാമൃത സത്രത്തിനും വെള്ളിയാഴ്ച സമാപനമാകും. മള്ളിയൂർ ശങ്കരസ്മൃതി ഗണേശ പുരസ്കാര സമർപ്പണവും ജയന്തി സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും. ഭാഗവത കഥകൾ ഭക്തി നിർഭരമായി അവതരിപ്പിച്ച് ഭാഗവത പ്രഭാഷണങ്ങളിലൂടെ ഭക്തമനസ്സുകളിൽ ഇടം പിടിച്ച ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 103ാമത് ജയന്തി ആഘോഷങ്ങളാണ് ഫെബ്രുവരി 2-ന് നടക്കുന്നത്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസനാമൂർത്തിയായിരുന്ന ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ ഗണപതിയുടെ സങ്കല്പത്തിലുള്ള മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭാഗവതഹംസ ജയന്തിയോടനുബന്ധിച്ച് നടന്നുവന്ന ഭാഗവതാമൃത സത്രത്തിനും വെള്ളിയാഴ്ച സമാപനമാവുകയാണ്. ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സുപ്രീംകോടതി അഭിഭാഷകനും ഗ്രന്ഥകാരനുമായ ജെ സായ് ദീപക് ഉദ്ഘാടനം ചെയ്യും. സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നൽകുന്ന മള്ളിയൂർ ശങ്കരസ്മൃതി പുരസ്കാരം ബദരീനാഥ് റാവൽ ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക് സമ്മാനിക്കും. 1,00,000 രൂപയാണ് ശങ്കരസ്മൃതി പുരസ്കാരമായി നൽകുന്നത്. മള്ളിയൂർ ഗണേശ പുരസ്കാരത്തിന് പ്രശസ്ത സംഗീതജ്ഞൻ ആയാങ്കുടി മണി അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനമായി നൽകുന്നത്. ജയന്തി സമ്മേളനത്തിൽ പുരസ്കാര വിതരണം നടത്തും. ഭാഗവതാമൃത സത്രത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഭാഗവത സംഗ്രഹ പാരായണവും സമ്മേളനത്തിന് മുന്നോടിയായി നടക്കും. ഉച്ചയ്ക്ക് കലാമണ്ഡപത്തിൽ കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും നാമസങ്കീർത്തനം അവതരിപ്പിക്കും. ഭാഗവതാമൃത സത്രത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വിദ്യാസാഗർ ഗുരുമൂർത്തി, സ്വാമി അശേഷാനന്ദ, ഈറോഡ് ബാലാജി ഭാഗവതർ, ശ്രീകണ്ഠേശ്വരം സോമവാര്യർ, ശംഖു ടി ദാസ് എന്നിവർ പ്രഭാഷണം നടത്തി. ഉമാമഹേശ്വര സേവയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പുറത്ത് പറയില്ല. ഇത് വേണമെങ്കിലേ അവൾ തന്നെ വിചാരിക്കണം, കാച്ചി കാമാക്ഷി ലളിതാംബിക തന്നെ ഇത് വേണമെങ്കിൽ രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും. പുറമേ ഭാഗവത പഴം പോലെ നടന്നാലും കാശുണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ശരിയായ ഭാഗവതന്മാരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മള്ളിയൂർ മഹാത്മാവായിട്ടുള്ള ഇദ്ദേഹം ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും വലിയ തോതിൽ സമ്പാദിക്കുകയും ഒന്നും ഉണ്ടായിട്ടില്ല. എന്നറിയില്ല, അവരെ മക്കളെ എല്ലാം പഠിപ്പിച്ച് ഭാഗവത ധർമ്മം പഠിപ്പിച്ചു, ഇത് നന്നായി പഠിക്കണം, ഇത് വായിക്കണം എന്ന് പഠിപ്പിച്ചു എന്നല്ലാതെ. പക്ഷെ അത് സമൂഹത്തിന്റെ ഒരു നിയന്ത്രണമായി വന്നു. ഇപ്പൊ എല്ലാ സമൂഹങ്ങളും ഇപ്പൊ മള്ളിയൂർ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ഏറ്റവും ഭാഗവതത്തിന്റെ യഥാർത്ഥ ഗ്രാമമായി മാറി മള്ളിയൂർ. അതിന് കാരണം ഒരാളുടെ തപസ്സാണ്. ശ്രീകൃഷ്ണൻ ഒരാളിൽ പ്രസാദിച്ചാൽ അത് തലമുറകളിലേക്ക് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് മള്ളിയൂർ. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.